ഒന്ന് കൊതറ് കണ്ട് ചെയ്തു. കൊതറിയപ്പോഴത്തേക്കും ഓടുന്നത് ക്യാമറ എറിഞ്ഞിട്ട് ഓടി. ഞാൻ ഓടിയില്ലത് എനിക്ക് ഇപ്പോഴും ബോധമില്ല ഇതിനെക്കുറിച്ച്, ഓർമ്മയില്ല. 1000 എപ്പിസോഡിന് മേലെ ചെയ്ത ഒരു വർക്കാണ്. അപ്പൊ തന്നെ അറിയില്ല, ഏതാണ്ട് ഒരു 3.5-4 വർഷം അടുപ്പിച്ച് ആ സീരിയല് പോയിട്ടുണ്ടായിരുന്നു. സീരിയല് കണ്ടിട്ടാണ് ആൾക്കാർ വഴിപിഴച്ചു പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് നടക്കുന്നത്. എന്താ പറയാ, ഭയങ്കര ഇഷ്യൂ ആയി ആ കുട്ടീന്റെ വീട്ടില്. അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ്, ഗൾഫില് ജോലി ഉണ്ടായിരുന്ന ഒരു വൈഫിന്റെ ഇൻസിഡന്റ് ശരിക്കും നടന്നിട്ടുണ്ട്. ലാലുവിന്റെ വലിയൊരു ഭാഗ്യാണ് അമ്മയുടെ കൂടെ ഇത്രയും നാള്, അതും വളരെ നിങ്ങളുടെ നല്ലൊരു സ്വന്തം വീട്ടിലത്തെ ഒരു ഫീലും. അമ്മച്ചീനെ പോലെ എനിക്ക് തോന്നുന്നത് അതൊരു വെർസറ്റൈൽ ആർട്ടിസ്റ്റ് ആണ് അവർ. എത്ര ക്യാരക്ടേഴ്സ് അവരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്. അത് വേറെ ഏതെങ്കിലും അമ്മ ക്യാരക്ടേഴ്സ് അല്ലെ ആർട്ടിസ്റ്റുകൾ ചെയ്താൽ ശരിയാവോ എന്നുള്ളത് സംശയമാണ്. ഏത് ചെയ്താലും അവരുടെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടാവും. കമൽ സാറിന്റെ വലിയൊരു ഡൈഹാർട്ട് ഫാനാണ്. ഇതെങ്ങനെ ഞാൻ കാണിക്കാം? നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ചക്കം പക്കമാണ് ഇന്ന് മാന്യപ്രേക്ഷകർ കാണുന്നത്. ചക്കം പക്കത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ വൈറ്റിലല്ലേ, എറണാകുളം വൈറ്റിലല്ലേ, ഇപ്പൊ പുതിയതായിട്ട് ബ്രിഡ്ജിനോട് ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട് കോഫിയിലാണ്. ഈ ഒരു കോഫി ഷോപ്പിലാണ് ഞങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ്, നല്ലൊരു സ്ഥലം. പുറത്ത് പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ സ്വിങ് ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. ഇവരിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാനിവിടെ ചക്കം പക്കം ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട് കോഫിയിൽ വന്നിരിക്കുമ്പോൾ ആരായിരിക്കും എൻ്റെ കൂടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. മറ്റാരുമല്ല, നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സീരിയലുകളുടെ നമ്മുടെ മനമൊക്കെ കവർന്ന ഷാലു കുര്യൻ. ഷാലു, വെൽക്കം ടു ചക്കമ്പക്കം. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. സീരിയലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നല്ല യങ് ആയിട്ട്, നല്ല ടച്ച് വുഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. നൈസ് കളർ. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യം തന്നെ എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഫസ്റ്റ് സെഗ്മെന്റ് തന്നെ തുടങ്ങുകയാണ്. അതായത് ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കണ്ട എന്നുള്ളത്. അതായത് ഇപ്പൊ വേണമെങ്കിൽ ഒരു 5 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം, അതിൽ ഏതൊക്കെയാണ് ആ സച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പറഞ്ഞോ. അപ്പൊ പിന്നെ ആ ചോദ്യങ്ങളൊന്നും ഞാൻ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റിൽ ചോദിക്കുന്നതായിരിക്കില്ല. ഷാലുവിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ടാത്തത് അത് പറയൂ. അയ്യോ, അതിപ്പോ ചോദിച്ചാ ചോദിക്കണ്ടേ? അല്ല, ക്വസ്റ്റ്യന്റെ ഒരു രൂപം അനുസരിച്ചാല് എന്നാലും അയ്യോ ഈശ്വര, രമ്യ ഇത് ചോദിക്കൂ, അല്ലെങ്കിൽ അത് ചോദിക്കൂ, ഇല്ലെങ്കിൽ ഇത് ചോദിക്കണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചോദിക്കരുതാത്തതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല, അന്നേരം പാസ്. മതി. അപ്പൊ പിന്നെ നമുക്ക് അതിനുള്ള ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. ഇനി നമുക്ക് എന്തും ചോദിക്കാം. ഇനി അവസാനം എന്നോട് ആ ചോദ്യം വേണ്ട, വേറെ ചോദ്യം പാസ് പറയും, വേണ്ട, പറ്റൂല. ഇനി നമുക്ക് ഫസ്റ്റിലെ ഗ്യാരണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ഷാലു കുര്യൻ എന്നുള്ള പേര് അധികം എല്ലാവരുടെയും മനസ്സിൽ വരില്ല. എല്ലാവരുടെയും മനസ്സിൽ ഇന്നും വർഷമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ അധികം എപ്പിസോഡുകളിലാണല്ലോ ഇങ്ങനെ വന്നു പോയത്. ഇന്നും അത് അങ്ങനെ അതിൽ തന്നെ നിൽക്കാന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്ങനെയാ ഷാലുവിന് അത്, ഹൗ ഡു യു ഫീൽ അത്? എനിക്ക് ഒന്നാമത് ഈ ചന്ദനമഴ എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആ ഒരു വർക്ക് സാധാരണ ഒരു സീരിയൽ പോലെ ആയിരുന്നില്ല. ഞാൻ ചെയ്ത ആദ്യത്തെ 1000 എപ്പിസോഡ് കഴിഞ്ഞ ഒരു സീരിയൽ, 1000 എപ്പിസോഡിന് മേലെ ചെയ്ത ഒരു വർക്കാണ്. അപ്പൊ തന്നെ അറിയില്ല, ഏതാണ്ട് ഒരു 3.5-4 വർഷം അടുപ്പിച്ച് ആ സീരിയല് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമാണ്. ഇതുവരെ അതിന് ശേഷം പറ്റിയിട്ടില്ല, ഭാവിയിൽ പറ്റുമായിരിക്കും. അതെ, പക്ഷെ അതിന് മുന്നേ ആക്ച്വലി വേറെ കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 1000 ക്രോസ് ആയത് പറയുന്നത്, 1000 ക്രോസ് ആയ ഒരു സീരിയൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് അത്രയും പോണെങ്കിൽ തന്നെ അത്രയും റേറ്റിംഗിൽ കൂടുതൽ നിന്നിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അത്രയും സ്വീകാര്യത ലഭിച്ചുകൊണ്ടാണല്ലോ ആ സീരിയൽ അത്രയും പോയത്. അത് അവസാനിച്ച്
വർഷത്തിന് ശേഷം വീണ്ടും ട്രോൾസ് ആയിട്ടും ഒക്കെ ആയിട്ട് കുത്തിപ്പൊങ്ങി വീണ്ടും ഒന്നേന്ന് എപ്പിസോഡ് ആൾക്കാർ കണ്ട് ഇപ്പോഴും ആ സ്നേഹം ഒന്നേന്ന് തരുമ്പോ ഭയങ്കര സന്തോഷാണ്. എന്തായിരുന്നു ആൾക്കാർ ട്രോൾ ചെയ്തോണ്ടിരുന്നത്? ആദ്യം ട്രോള് വന്നാൽ മറ്റേ ആ പാമ്പിനെ പിടിക്കുന്ന സംഭവം ഇല്ലേ, അതാണ് ട്രോളായിട്ട് വരികയായിരുന്നു ചെയ്തത്. ഞങ്ങളെ ഒക്കെ കളിയാക്കാൻ വേണ്ടിട്ട് ട്രോളായിട്ട് വന്നതാണ്. പിന്നീട് അതിനകത്തുനിന്ന് എപ്പിസോഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതും ട്രോളാനുള്ള വക അതിനകത്ത് തന്നെ ഉണ്ട്. കാരണം നമ്മൾ മലയാളികൾക്ക് ദഹിക്കാത്ത ഒരുപാട് കണ്ടന്റുകൾ അതിനകത്തുണ്ടായിരുന്നു. ഇതൊരു നോർത്ത് ഇന്ത്യൻ സീരിയലാണ്. അതാണ് നമ്മൾ മലയാളത്തിലേക്ക് ചന്ദനമഴ എന്ന് പറഞ്ഞ പേരിലെടുത്തേക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പല കണ്ടന്റുകളും അതേപടി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറെ ഉണ്ട് ഇതുപോലത്തെ, എന്താ പറയാ, താളിച്ച മോരുണ്ടാക്കുന്ന സംഭവം, പിന്നെ പൂജ കാര്യങ്ങളും, അതൊക്കെ നമ്മുടെ ഇവിടെ മലയാളം ഒരു കൾച്ചറിൽ ആ സംഭവങ്ങളൊന്നും ഇല്ല. നോർത്ത് ഇന്ത്യയിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഇങ്ങോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അതൊന്നും കുറെ ആൾക്കാർക്കൊന്നും, നമ്മൾ മലയാളികൾക്കൊന്നും ദഹിച്ചില്ല. അപ്പൊ ട്രോളാൻ ഇഷ്ടം പോലെ സംഭവങ്ങൾ അതിനകത്തുണ്ട്. അത് ഈ പാമ്പിൽ നിന്ന് തുടങ്ങി പിന്നെ എപ്പിസോഡ്സ് ഇതിനു വേണ്ടി കണ്ട് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അത് ചെയ്തു. അത് നമുക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി തന്നു. പിന്നെ അങ്ങോട്ട് ഒന്നേന്ന് എപ്പിസോഡ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പൊ. എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി കൊടുത്തു ഒന്നേന്ന് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട്. ഓ, അപ്പൊ അങ്ങനെ ആ ഒരു പാമ്പിന്റെ സംഭവം, അത് ഞാൻ ഈയിടെ ഇതേപോലെ തന്നെ മേഘനയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് മേഘനയായിട്ട് ഈ ഒരു വിഷയം കാര്യങ്ങളും എല്ലാം വന്ന് കുറെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം സംസാരിച്ചിരുന്നു. അപ്പൊ മേഘനയും പറഞ്ഞു പാമ്പിന്റെ ആ ഒരു, പക്ഷെ മേഘന കുറച്ചും കൂടെ കൂളായിരുന്നു അല്ലേ? ആ പാമ്പിന്റെ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അത് എടുക്കാനായിട്ട്. വേറെ ഓപ്ഷൻ ഇല്ല, അവൾ എടുത്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ബാക്കിൽ നിന്ന് എങ്ങനെയാ മേഘനെ സപ്പോർട്ട് ചെയ്ത്? സപ്പോർട്ട് അല്ലായിരുന്നു, ഇതെങ്ങാനും ചാടി ഇറങ്ങി ഓടണം. അതിന്റെ ഇടയ്ക്ക് ഈ പാമ്പൊന്ന് കൊതറ് കണ്ട് ചെയ്തു. കൊതറിയപ്പോഴത്തേക്ക് ഓടുന്നത് ക്യാമറമാനെ ക്യാമറ എറിഞ്ഞിട്ട് ഓടി. ഞാൻ ഓടിയല്ലോ, എനിക്ക് ഇപ്പോഴും ബോധമില്ല ഇതിനെ പരിസരത്ത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ക്യാമറമാൻ ഓടി, സുജിത് സാർ ആയിരുന്നു ഡയറക്ടർ, പുള്ളിയും ചേറ് വിട്ട് ഓടിക്കളഞ്ഞു. ഇവളെ ഈ പാമ്പിനെ പിടിച്ചോണ്ട്, ഇവള് വിട്ടാ അത് ആരെങ്കിലും എന്തേലും ചെയ്യുമോ എന്നുള്ളൊരു പേടി ഇവക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവള് വിട്ടില്ല പാമ്പിനെ. എന്തായാലും എത്ര ട്രോൾ ചെയ്യാലും ആ കുട്ടിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അതിനകത്തൊരു പഗ്ഗിനെ ഞാൻ ഇങ്ങനെ സഞ്ചിയിൽ കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എനിക്ക് പട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നായ്ക്കളെ ഭയങ്കര ഫോബിയ പോലെ പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ സീൻ എടുക്കാൻ നേരം ഇതിനെ ഇങ്ങനെ ഒരു ബിഗ് ഷോപ്പറിലാക്കി എടുത്തോണ്ട് പോകണം. ഇതിന്റെ തല വെളിയിലും കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോ എന്റെ കൈ അതിന്റെ തലയുടെ അടുത്താണല്ലോ. ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യില്ല, നിങ്ങൾ എന്നെ സീരിയലിൽ നിന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞ് അവസാനം എന്റെ കൈക്ക് ഡ്യൂപ്പിടേണ്ട വന്നു. സീരിയസ്ലി, ഒരു പഗ്ഗിനെ കൊണ്ടുവന്ന സീന് അത് ശ്രദ്ധിച്ചാൽ കാണാം. ആ കൈ എന്റേതല്ല എന്നുള്ളത് കാണുന്നവർക്ക് ഇനി മനസ്സിലാവും പറഞ്ഞു കഴിയുമ്പോ. അപ്പൊ അത്രയും പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്റെ മുമ്പിൽ നിന്നാണ് ഒരു കുട്ടി പാമ്പിനെ പിടിക്കുന്നത്. നമ്മള് മെജോറിറ്റി ആൾക്കാർക്കും പാമ്പെന്ന് പറയുന്നതിനെ ഭയങ്കര പേടിയാണ്. ഇല്ല പിന്നെ ബാബ സുരേഷ് സാറിനെ പോലൊക്കെയുള്ള ആൾക്കാരാരെങ്കിലും ആയിരിക്കണം, പാമ്പിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കണം. നമുക്കത് സ്നേഹം തോന്നൂല അതിനോടൊന്നും. അപ്പം ആ കുട്ടീന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റുള്ളൂ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. അതിനിടയിൽ നിങ്ങൾ വളരെ ഹിറ്റായിട്ട് ചന്ദനമഴ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേഘനയുടെ കല്യാണം വന്നു. മേഘന അവിടുന്ന് പിന്നെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ? അതിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ നിങ്ങളുടെ അവിടെ അമൃതയായിരുന്നല്ലോ ക്യാരക്ടറിന്റെ പേര്. അന്നേരം നിങ്ങള് കൂടെ എത്രയെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ജേർണി ആണല്ലോ. ഇത്രയും നാളെ നമ്മൾ അമൃതയെന്ന് വിളിച്ചുകൊണ്ട് മേഘനെ കണ്ടിട്ട് ഒരു സുപ്രഭാതം മുതൽ വേറൊരാളാണ് അമൃതയായിട്ട് വരുന്നത്. അപ്പൊ പുതിയതായിട്ട് വന്ന ഒരാളും തമ്മിൽ നിങ്ങൾ ജെല്ലാവാനുള്ള ഒരു ടൈം പീരീഡും പിന്നെ മേഘന പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മിസ്സിങ്ങും അതൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ക്യാരക്ടർ അത്രയും വർഷത്തെ ഈ പറഞ്ഞ കണക്ക് ലോങ് ജേർണിയാണ്. ആ ഒരു ജേർണിയിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും അതാണെന്ന് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന മനസ്സിലായി. ഇപ്പൊ രൂപ ചേച്ചിനെ കണ്ട നമുക്ക് ഊർമിള, ഇപ്പോഴും ചേച്ചിയും പറയും എന്നെ കണ്ട ആരും എന്നെ രൂപശ്രീ എന്ന് വിളിക്കാറില്ല, ഇൻഡസ്ട്രിയിലുള്ളവര് പോലും ഊർമിള മാഡം തന്നെയാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ ആൾക്കാർ കണ്ട എന്റെ പേര് ഷാലു എന്നാണ് അറിയാമെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും വർഷ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഈ ഓരോ ക്യാരക്ടേഴ്സും അവരവരായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നേക്കുന്നത്. അപ്പൊ ആൾക്ക് വേറൊരു ഫേസ് വരുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാ. പിന്നെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ചക്കം പക്കത്തിലേക്ക് പോകുന്നു. ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇതാണോ നേരത്തെ പറഞ്ഞ ഒന്നും ചോദിക്കരുത് അല്ലെ ചോദ്യങ്ങള് അങ്ങനെയുള്ള സംഭവം? അയ്യോ. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ചക്കം പക്കം, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെയാണ്. അതിന്റെ സെഗ്മെന്റിന് എപ്പോഴും ഞങ്ങൾക്ക് കളിക്കാൻ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. വീട്ടില് 2 ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരങ്ങൾ ഇതിലൊക്കെ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇതിൽ കൊട്ടണം പിടിക്കണം, ഇതൊക്കെ അറിയാലോ അല്ലെ? അപ്പൊ എന്നാ ഐശ്വര്യപൂർവ്വമായിട്ട് എന്റെ കയ്യിൽ നിന്ന് ഇതങ്ങ് വാങ്ങിച്ചോളൂ. മക്കളുടെ കൂടെ ഫ്രീ ടൈം കിട്ടുമ്പോ എപ്പോഴും കളിക്കുന്ന അമ്മയാണോ? അങ്ങനെയൊന്നുമില്ല, അവർ സ്വന്തമായിട്ട് കളിച്ചോളൂ, 2 പേരുണ്ടല്ലോ. അതിനിടയിൽ കളിക്കാൻ പോവാ, അതിനിടയ്ക്ക് പോവാതിരിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.
വില്ലന്മാരാണോ രണ്ടുപേരും? അത്യാവശ്യം. ഓക്കെ. അപ്പൊ നമുക്ക് ചക്കം പക്കെന്ന് പറഞ്ഞാല് അതിൽ ഫുൾ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ യെസ് ആണെങ്കിൽ അതിൽ കൊട്ടണം. ഓക്കെ. അപ്പം ചിലപ്പോ ചില ആൻസർക്ക് നമുക്ക് ഒരുപാട് യെസ് 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 എന്നാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൊട്ടാം. നോ ആണെ കൊട്ടണ്ട. പക്ഷെ എന്താണേലും യെസ് ആണെങ്കിലും നോ ആണെങ്കിലും സംഭവം എന്താന്ന് പിന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകണം. ഓക്കെ. ആ ചക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പക്കത്തിലേക്ക് പോകും. പക്കം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഈസി ആയിട്ടുള്ള ഓരോ ടാസ്കുകളാണ്. ഓക്കെ. അപ്പൊ ഒരു ചക്കത്തിന് ഒരു പക്കം, അങ്ങനെയാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോണത്. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ പോട്ടെ, ആദ്യത്തെ ചക്കം എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ. എത്ര സീരിയലുകൾ ചെയ്താലും ചന്ദനമഴയിലെ വർഷയുടെ ഹൈപ്പ് മറ്റൊന്നിനും കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാം. എത്ര സീരിയലുകൾ ചെയ്താലും ചന്ദനമഴയിലെ വർഷ തന്ന ഹൈപ്പ് മറ്റൊന്നിനും തരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറയുകയും ചെയ്തു അല്ലേ? ശരിക്കും. അപ്പൊ അത് ഇന്നും ആ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ ഭയങ്കര ഒരു താങ്ക്ഫുൾ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എന്താന്ന് വെച്ചാല് പക്കത്തിലേക്ക് പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ ടാസ്ക് എന്താണെന്ന്. കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പെട്ട്. രമേശ് ചെന്നിത്തലയാണോ? അല്ല. പുള്ളി? അയ്യോ, എനിക്ക് അറിയത്തില്ല. ഞാൻ പിള്ളേരായ ശേഷം ഒട്ടും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് ന്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് പറ്റാറില്ല. അപ്പൊ പിന്നെ വേണ്ട വിട്ടേക്കുന്നു. എനിക്ക് രമേശ് ചെന്നിത്തല വരെ അറിയത്തുള്ളൂ. അതിന് ശേഷം എന്താ സംഭവിച്ചെന്ന്. അപ്പൊ ശരിക്കും ഇങ്ങനെ രാഷ്ട്രീയം കാര്യത്തിൽ അതിലൊന്നും ഒട്ടും അങ്ങനെ അപ്ഡേറ്റഡ് അല്ല. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്, പ്രസിഡന്റ് ആരാണ്, അങ്ങനെയുള്ള ബേസിക് നോളജ് ഇല്ലേ, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ബോധമുണ്ട് എന്നല്ലാതെ അല്ലാതെ കൂടുതൽ ഇതിലേക്കൊന്നും ഇറങ്ങി ചെല്ലാറില്ല അങ്ങനെ. ഓക്കെ. എന്നാ പിന്നെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. എന്താ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ പ്രസിഡന്റ് ആരാന്ന് കൂടെ പറഞ്ഞോളൂ. ഇവര് മുർമു, ദ്രൗപദി മുർമു. അപ്പൊ അതും കറക്റ്റ് ആയി. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയാണ് അറിയില്ലാത്തത്. എന്ന് പറഞ്ഞാല് നമ്മുടെ പാർട്ടി ഭരിക്കുന്നതൊക്കെ ഇപ്പൊ ഏതാന്നൊക്കെ അറിയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മാറി എന്നെ അറിയിക്കണ്ടേ? ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ ഓടുന്ന 3-4 ചാനൽസ് ഏതെന്ന് ഞാൻ പറയാം. ഒന്ന് ബ്ലിപ്പി, കുട്ടികളുടെ ചാനലാവും ബ്ലിപ്പി. പിന്നെ കോക്കമലിന് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പിന്നെ ഡയാന റോമ. ഇവരുടെ ഒക്കെ ചാനൽസ് ആണ്, യൂട്യൂബ് ചാനൽസ് ആണ് വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഇവരാരും വരാറില്ല. അതുകൊണ്ട് ഞാൻ എനിക്കറിയില്ല. ഓക്കെ, സാരില്ല. നമുക്ക് അടുത്ത പച്ചക്കത്തിലേക്ക് പോകാം. ഓക്കെ. തട്ടിമുട്ടിയിലാണ് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്. തട്ടിമുട്ടിയിൽ അത് ഭയങ്കരമായിട്ട് എഗെയിൻ ശ്രദ്ധ വന്ന ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാനായിട്ട് മഞ്ജു പിള്ള വിളിച്ചാലും അത് ചെയ്യണമോ എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആണോ? അതെന്തുകൊണ്ടാ? കാരണം നമ്മൾ ഒരു സീരിയല് അല്ലെങ്കിൽ ഒരു എന്ത് ഷോ ആയിക്കോട്ടെ, തുടക്കം തൊട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടർ ലാസ്റ്റ് വരെ ഉണ്ടാവും എന്തായാലും എന്നുള്ള ഒരു തോന്നലോ എന്റെ ഒരു ചിന്തയായിരിക്കും. എന്നെ ചിലപ്പോൾ തെറ്റായിരിക്കും, എന്റെ ഒരു ചിന്തയാ പറയുന്നത്, ഉണ്ടായിരിക്കും. ആ ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് അങ്ങനെ ഒന്നും എടുത്ത് മാറ്റിക്കളയാനോ ഒന്നും പറ്റത്തില്ല. അതേസമയം ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ട്രാക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും അവരെ അങ്ങ് മാറ്റിക്കളയാം. ആ ട്രാക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ സീരിയലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മഞ്ജു ചേച്ചി വിളിക്കുമ്പോഴും ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ജോയിൻ ചെയ്യണോ വേണ്ടേ. പക്ഷെ മഞ്ജു ചേച്ചിയാണ് വിളിക്കുന്നത്, വെറുതെ വിളിക്കൂല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ചെയ്താൽ ശരിയാവും, ഒന്ന് കോമഡിയും കൂടെ ആണ്, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ത് വിശ്വാസത്തിന്റെ പുറത്തിലാണ് എന്നെ കോമഡി ചെയ്യാൻ വിളിച്ചത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, കാരണം അങ്ങനെ ഒരു സെൻസ് ഉള്ള ആളല്ല ഞാൻ. അപ്പോ ചേച്ചി വിളിച്ചു, അപ്പൊ പറഞ്ഞു നീ വന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കാലം ഞാൻ ചെയ്തോണ്ടിരുന്ന പ്രോംപ്റ്റിംഗ് ചെയ്യും, നമ്മുടെ സീരിയൽസിലൊക്കെ പ്രോംപ്റ്റ് ചെയ്യും, അത് കേട്ട് ഡയലോഗ് പറഞ്ഞാൽ മതി. ഇത് പ്രോംപ്റ്റിംഗ് ഇല്ല, ലൈവാണ്. അപ്പൊ ലൈവായിട്ട് പറയണം, മൈക്കൊക്കെ കുത്തിയിട്ട് ലൈവായിട്ട് പറയണം എന്ന് വെച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. അയ്യോ ഞാനിത് എന്ത് ചെയ്യും, ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതെങ്ങനെ അവര് ആ ക്യാരക്ടറിനെ എങ്ങനെ നന്നായിട്ട് വരുവോ, ഇവരെന്ത് വിശ്വാസത്തില്ല എന്നെ വിളിച്ചത്, ചെയ്തും ഒക്കെ ഉള്ള പഴക്കമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ ആരെയും വിളിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഓർത്തു 10 വർഷമായിട്ടുള്ളൊരു സിറ്റ്കോമാണ്, അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് അതിലെ തന്നെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിക്കുകയാണ്. അപ്പൊ അവരോടുള്ള ബഹുമാനത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ശരി ചെയ്യാം എന്ന്
പറഞ്ഞു. അങ്ങനെയാണ് ഈ ക്യാരക്ടർ. എന്നിട്ടും ആദ്യത്തെ ഒരു ഷെഡ്യൂൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ഈ ലൈവ് റെക്കോർഡ് ചെയ്തിട്ടില്ല, ലൈവ് ഞാൻ ചെയ്തിട്ടില്ല. ഇതിന്റെ മോഡുലേഷനും കാര്യങ്ങളും ഒന്നും എനിക്ക് അത്ര പിടുത്തമില്ല. കാരണം നമ്മൾ പ്രോംപ്റ്റിംഗ് കേട്ട് ഡയലോഗ് പറഞ്ഞു പോകുന്നു, പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടല്ലോ. അപ്പൊ ആ കറക്റ്റ് മോഡുലേഷൻ ഒന്നും പിടിച്ചില്ലെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റുകൾ ചെയ്തോളും. ഇത് പക്ഷേ കറക്റ്റ് മോഡുലേഷൻ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. പിന്നെ ഈ പറയുന്നതിന് തിരിച്ച് കൗണ്ടർ പറയാൻ അറിയണം. ചിലപ്പോൾ സ്പോട്ടിലായിരിക്കും പറയുന്നത്, സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ആ വൺ ലൈൻ ആ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ഇംപ്രവൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യത്തെ ഷെഡ്യൂള്. കോമഡി എങ്ങനെ വർക്ക്ഔട്ട് ആക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ? കാരണം ഇപ്പൊ ഒരു നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും, അല്ലെ പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ അഭിനയിക്കാം നമുക്ക്. അതെ, ഈ കോമഡി എന്ന് പറയുന്നത് ആൾക്കാർ നമ്മളെ കണ്ട് ചിരിക്കണം, അല്ലെ നമ്മൾ പറയുന്നതിന് ചിരിക്കണം എന്നുള്ളത് തന്നെ ചിരിപ്പിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. വില്ലത്തെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നത്, പോസിറ്റീവ് ആണെങ്കിലും ചെയ്യാം. ഈ ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റൂല. ഇപ്പോഴും ഞാൻ അതിനകത്ത് സക്സസ് ആയി നല്ല പറയുന്നത്. അത് കൂടെയുള്ളവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാ. മഞ്ജു ചേച്ചി, ലളിതാമ്മ, ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അവിടെയുള്ള ടെക്നീഷ്യൻസ് അടക്കം, അവരൊക്കെ ചിലപ്പോൾ എനിക്ക് കൗണ്ടർ പറഞ്ഞു തരുന്നത്, ഇതിന് ഇത് പറയേ എന്നും പറഞ്ഞ് അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നല്ല, എന്റെ സ്വന്തം കയ്യിൽ നിന്ന് പറഞ്ഞൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഞാൻ ചോദിക്കാം, ലളിതാമ്മയെ കുറിച്ച് എന്തൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമായിരുന്നു അല്ലേ? ശാലുവിന്റെ വലിയൊരു ഭാഗ്യമാണ് അമ്മയുടെ കൂടെ ഇത്രയും നാള്, അതും വളരെ നിങ്ങളുടെ നല്ലൊരു സ്വന്തം വീട്ടിലത്തെ ഒരു ഫീലും അമ്മച്ചിനെ പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലായിരുന്നു? ഇങ്ങനെ അത് ആ ഒരു നിങ്ങളെ ഇടയ്ക്ക് ശകാരിക്കോ വഴക്കും അല്ലേ? ലളിതാമ്മയുടെ ആ ക്യാരക്ടറിന്റെ അതേ സ്വഭാവം നമ്മളോടൊക്കെ. അതായത് തെറ്റ് കണ്ട ശാസിക്കുക തന്നെ ചെയ്യും, അല്ലാതെ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ കാര്യം പറഞ്ഞു തരും, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ശാലുവിനെ എവിടെ ആദ്യം ശകാരിച്ചെന്ന് ഓർമ്മയുണ്ട്? അതെനിക്ക് ഓർമ്മയില്ല. ലളിതാമ്മയുടെ കൂടെ ഉള്ള എന്റെ മൂന്നാമത്തെ വർക്കായിരുന്നു തട്ടിയും മുട്ടയും. ആദ്യം ഞാൻ ചെയ്യുന്നത് സിനിമയായിരുന്നു. ജൂബിലി എന്ന് പറഞ്ഞ ഒരു സിനിമയില് ഫസ്റ്റ് മൂവി. അതില് ലളിതാമ്മയുടെ കൊച്ചുമോളായിട്ടായിരുന്നു. അപ്പൊ കുറെ സീൻസ് ഉണ്ടായിരുന്നു കൂടെ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ലളിതാമ്മയും ഇന്നസെന്റ് അങ്കിളും ആയിരുന്നു. അപ്പൊ അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നേരം ഈ പറഞ്ഞ കണക്ക് അഭിനയം അല്ലെങ്കിൽ അതിന്റെ പല വേർഷൻസ് ഒക്കെ ചെയ്യാൻ അതിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. അഭിനയിക്കാൻ പറയുന്നു, അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കാറൊന്നും ഉള്ള ബോധമില്ലായിരുന്നു. രണ്ടാമത് ചെയ്യുന്നത് ഇന്ദിര എന്ന് പറഞ്ഞ സീരിയലില് ലളിതാമ്മേന്റെ കൂടെ കുറച്ച് സീൻസ്, അത് ക്യാരക്ടർ ലളിതാമ്മയുടെ ക്യാരക്ടർ എന്താന്ന് ഞാൻ മറന്നുപോയി. എന്തോ 2-3 സീൻസിന്റെ ഒക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ വർക്കാണ് തട്ടിയും മുട്ടിയും ഞാൻ ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, എപ്പോഴേലും അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ ലളിതാമ്മേന്റെ കൂടെ അഭിനയിക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഭാഗ്യം ഉണ്ടായില്ല, എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ലളിതാമ്മയുടെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടും എന്തൊരു വെർസറ്റൈൽ ആർട്ടിസ്റ്റ് ആണ് അവർ. എത്ര ക്യാരക്ടേഴ്സ് അവരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്. അത് വേറെ ഏതെങ്കിലും അമ്മ ക്യാരക്ടേഴ്സ് അല്ലെ ആർട്ടിസ്റ്റുകൾ ചെയ്താൽ ശരിയാവോ എന്നുള്ളത് സംശയമാണ്. അത് ഓരോന്നും എടുത്തു കാണിച്ച എന്തൊക്കെയാ പറയണ്ടത്. എനിക്ക് വാനം മറ്റേ മണിച്ചേട്ടൻ്റെ ഒരു പടം ഉണ്ടല്ലോ, പടത്തിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഇതായിട്ട് ഇച്ചിരി ക്രാക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. കരുമാടിക്കുട്ടനോ? അല്ലല്ല, വേറൊരു പടം ഉണ്ടല്ലോ ഇച്ചിരി ക്രാക്ക് ആയിട്ടുള്ളതാ. പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരും, വാൽക്കണ്ണാടി. അതിലെ അമ്മ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു എണ്ണിയാൽ തീരാത്തത് മൺചിത്രത്താഴിനകത്തേത് എത്ര എണ്ണം ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ഏത് ചെയ്താലും അവരുടെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടാവും. ശരി, അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത പക്കത്തിലേക്ക് പോകാം. അടുത്ത പക്കം എന്ന് പറയുന്നത്, ടാസ്ക് എന്ന് പറയുന്നത് കൊട്ടിപ്പാടാനാണ്. ചെണ്ട കൊട്ടിപ്പാടണം. വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കാത്ത ഒരു അമ്മയായതുകൊണ്ട് ഇല്ല വീട്ടിൽ എന്നാ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് തന്നുവിടാം. നല്ല മോളായിട്ട് എല്ലാത്തിന്റെയും കറക്റ്റ് ആൻസറും പറഞ്ഞ് പക്കമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഞങ്ങളുടെ വക ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കൂലേ? തരൂലെന്നൊക്കെ. എന്താന്നറിയോ കൊട്ടി പാടേണ്ടത്? അത് ആ പാട്ടറിയില്ലേ? നമ്മുടെ കൂടെ നമ്മുടെ ആൾക്കാർക്കൊക്കെ അറിയാം. കൂടെ പാടും, അത് കൂടെ പാടി. ഒരു താളബോധം ഇല്ലാത്ത ആളെ കൊണ്ടായി കൊട്ടിക്കുന്ന ആണല്ലേ? എന്നാലും കൊട്ടിക്കോളൂ. അറിയാവുന്നവരൊന്ന് പാടൂ. പാടി എനിക്കറിഞ്ഞൂടാ, എനിക്കറിയത്തില്ല, പാട്ടേ അറിയത്തില്ല, കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ലിറിക്സ് അറിയില്ല. ആ ടൂൺ വെച്ച് പാടി വന്നേ. അവതാളമാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്റെ ജോലി അഭിനയമാണ്, സംഗീതമല്ല. എനിക്ക് ഒരു താളബോധവും ഇല്ല.
അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കും പിന്നെ നിനക്ക് എന്ത് ബോധമാണുള്ളതെന്ന്. പ്രത്യേകിച്ച് ബോധമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, നല്ലൊരു അഭിനേത്രിയല്ലേ, എല്ലാവർക്കും എല്ലാ കഴിവൊന്നും ഒരുമിച്ച് ഞാൻ കിട്ടില്ലല്ലോ. പറയുന്നത് ശരിയാണോ, ബാക്കിയുള്ളവരല്ലേ പറയേണ്ടത്. അതുകൊണ്ടല്ലേ ഇത്ര അധികം ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല സീരിയൽസ് ചെയ്യുന്നത്. പിന്നെന്താ വേണ്ടേ. നമുക്ക് അടുത്ത ചക്കത്തിലേക്ക് പോവാം. സരയു എന്ന പരമ്പരയിലെ ആ കഥാപാത്രത്തിന് സമാനമായ സ്ത്രീകളെ ജീവിതത്തിൽ പിന്നീട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്നല്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. അതായത് അതിനകത്ത് ഒരു സീൻ, ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് ഗൾഫിലാണ്, കാമുകനെ കട്ടിലിനടിയിൽ നിന്ന് പിടിക്കുന്നു ഉള്ള സംഭവം. ഹസ്ബൻഡ് കറക്റ്റ് സമയത്ത് കയറി വരുന്നു. എന്നിട്ട് ഈ ഹസ്ബൻഡിനെ കാണാതെ കാമുകനെ വീടിനകത്തൂടെ എല്ലാം പല സൈഡിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുക. പിന്നെ അവസാനം കണ്ടുപിടിക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ആ സീൻ ഓർമ്മയില്ല, പക്ഷെ കണ്ടുപിടിച്ചു. റിയൽ ലൈഫിൽ അത് കണ്ടുപിടിച്ചു. എന്താ പറയാ, ഭയങ്കര ഇഷ്യൂ ആയി ആ കുട്ടീന്റെ വീട്ടില്. അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ്, ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വൈഫിന്റെ ഇൻസിഡന്റ് ശരിക്കും നടന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സീൻ വന്നു കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് ആ ഇൻസിഡന്റ്, റിയൽ ലൈഫിൽ ആ ഇൻസിഡന്റ് നടക്കുന്നത്. ഞാൻ പിന്നെ കേട്ടതേ ഉള്ളൂ നടക്കുന്നത്. ഈ സീൻ എടുക്കുമ്പോഴേ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എവിടെങ്കിലും നടക്കുമോ, ഇങ്ങനെ ഒരു ആളെ വീടിനകത്ത് ഇങ്ങനെ പല സൈഡിലൊക്കെ ഒളിപ്പിക്കാനൊക്കെ പറ്റും, ഇത് എന്തായാലും അറിയൂലേ കാണൂലേ എന്നൊക്കെ ഞാൻ ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റിയൽ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ സമൂഹം. ശരിക്കും പറഞ്ഞാൽ പറയും, സീരിയൽ കണ്ടിട്ടാണ് ആൾക്കാർ വഴിപിഴച്ചു പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് നടക്കുന്നത്. അത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. ബിഗ് ബോസ് മലയാളം 6ാമത്തെ സീസണില് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉടനീളം ഷാലു കുര്യൻ എന്ന പേര് എല്ലാവരും എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചു ഷാലു ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്, ഉണ്ടല്ലേ ഈ പ്രാവശ്യത്തെ സീസൺ 6 അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി വന്നപ്പോ നമ്മൾ ആരും കണ്ടില്ല. ഷാലുന് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? നമുക്ക് ചെണ്ട കൊട്ടാട്ടോ, യെസ് ഓർ നോ? ഉണ്ടായിരുന്നു. ആക്ച്വലി എക്സ്പെക്ടേഷൻ അല്ല, ഞാൻ ഉണ്ടാവുമായിരുന്നു. എനിക്ക് കോള് വന്നതാണ്. പക്ഷേ സംഭവിച്ച ആ സമയത്ത് നമുക്ക് ഇവിടെ ഒത്തിരിയും വയ്യാഴികകളൊക്കെ വന്നിട്ടുണ്ട്. പനിയും കാര്യങ്ങളും ചുമയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്ക് വയ്യായിരുന്നു ആ സമയത്ത്. അപ്പം അന്നേരം എനിക്ക് ആസ് എ അമ്മ എന്ന നിലയിൽ മക്കളുടെ അടുത്തുനിന്ന് മാറാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇല്ലെങ്കിൽ സീസൺ 6 പറയാൻ പറ്റില്ല. ആ സമയത്ത് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് പോയില്ല. പോയേനെ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സിറ്റുവേഷൻ ഫേവറബിൾ ആയിരുന്നെങ്കിൽ പോയേനെ. പക്ഷേ അല്ലേ? അപ്പൊ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നോക്കുമ്പോ, തിരിഞ്ഞു നോക്കുമ്പോ, അയ്യോ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ, ഐ മീൻ ഫേവറബിൾ ആയിട്ട് സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു ആശ തോന്നിയിട്ടുണ്ടോ? ഇല്ലേ, എന്താന്നറിയോ, എനിക്കിപ്പം മക്കളുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ഒത്തിരിയും മുമ്പേ അറ്റാച്ച്ഡ് ആയിരുന്നല്ല. ഓരോ ദിവസം കഴിയുന്നവർ ഇവരെ വിട്ടിട്ട് മാറി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇനി ഞാൻ 100 ഡേയ്സോ അല്ലെങ്കിൽ എത്രയോ നിൽക്കുന്ന ഒരാഴ്ച ആണെങ്കിൽ പോലും മാറാൻ എനിക്ക് പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല. ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യണേ? എനിക്കിപ്പോ ഉള്ള സീരിയല് കൊച്ചി തന്നെയാ, വരാപ്പുഴയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോയി വരിക. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാര് തിരുവനന്തപുരത്തോ കൊയിലാണ്ടിയിലോ ഒക്കെ ഷൂട്ടിന് വിളിച്ചപ്പോ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് വിളിക്കുന്നുണ്ട്. എനിക്ക് എല്ലാ ആഴ്ച അല്ല 2 ആഴ്ച കൂടുമ്പോ തിരുവനന്തപുരത്ത് സീരിയൽസിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ മക്കള് ഇച്ചിരിയും കൂടെ ആവട്ടെ, രണ്ടുപേരും ഒന്ന് സ്കൂൾ ഗോയിങ് ആവട്ടെ. ഇപ്പൊ ഒരാള് സ്കൂൾ ഗോയിങ് ആണ്, അടുത്ത ആളും കൂടെ ആവട്ടെ, എന്നിട്ട് ഒന്ന് മാറി നിക്കാം. എല്ലാരും കൂടെ തന്നെയാ പറയണേ. ഞാൻ അഭിനയിക്കത്തേ ഇല്ലെന്നല്ല, ഇച്ചിരി ആവട്ടെ, അവർക്ക് ഇപ്പൊ എന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇച്ചിരി ആവട്ടെ, എന്നിട്ട് വരാം എന്നുള്ള അഭിപ്രായത്തിലാണ്. ശരി, ഇനി ഞാനത് ചോദിക്കണോ? ഓക്കെ, വേണ്ടാത്താണ് ചോദിക്കണ്ട. വേണ്ടാത്ത കാര്യമൊന്നുമല്ല, നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയാനുള്ളതാണ്. ഷാലുവിന്റെ ഹസ്ബൻഡിന്റെ 3 കുറ്റങ്ങൾ പറയാ. കുറ്റങ്ങളോ? ദേഷ്യം, ദേഷ്യം, ദേഷ്യം. അയ്യോ, അത്ര മുൻചുണ്ടിക്കാരനാണോ? മുൻചുണ്ടി, ഭയങ്കര ദേഷ്യാണ്. അതായത് ചില കാര്യങ്ങള് പറയണതിന് മുമ്പ് ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഷൗട്ട് ചെയ്തേ, എന്താ കാര്യം എന്ന് ഞാൻ ചോദിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ, അതെങ്ങനെ അല്ല, അത് എന്റെ വേർഷൻ കേൾക്കൂ എന്ന് പറയും. പിന്നെ സമാധാനമായി കഴിയുമ്പോഴാണ് പറയുന്നത്. അപ്പൊ ക്ലാരിറ്റി കിട്ടും. മുൻചുണ്ടിക്കാരനാണ് ആണല്ലേ. പക്ഷെ ഇങ്ങനെ അത്രയും മുൻചുണ്ടിയുള്ള ആൾക്കാർ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, മറന്നുപോകും. ഇത് ദേഷ്യപ്പെട്ട് എന്റെ മനസ്സിരിക്കും, എനിക്ക് ഭയങ്കര വിഷമായിരിക്കും. അയ്യോ എന്നാലും എന്തിനാ ദേഷ്യപ്പെട്ടെന്നുള്ളൊരു വിഷമം എനിക്ക് മനസ്സിലാത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൂളായിട്ട് വന്ന് എന്റെ അടുത്ത് ചോദിക്കുമ്പോ, ദൈവമേ ഇച്ചിരി മുമ്പ് എന്തോ ദേഷ്യപ്പെട്ട മനുഷ്യനെ അതേ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു. ഇത്ര കൂളാകാൻ എങ്ങനെ മനസ്സിൽ കള്ളമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചുണ്ടി എടുക്കണത്. അപ്പൊ എന്നാലും 3 എണ്ണം ഞാൻ ചോദിച്ചു, 1 എണ്ണത്തിൽ നിർത്തി. എനിക്ക് ഒറ്റ കാര്യം അതേ ഉള്ളൂ. 3 എണ്ണത്തിന്റെ ഇതാണല്ലോ അല്ലെ.
പവറാണ് അവർ ഒറ്റ ഇതിന്. 4 നടന്മാരുടെ പേര് എഴുതിയ ചീറ്റുകൾ ഇപ്പൊ ഇവിടുന്ന് ഒരു പേപ്പറിൽ തരും കേട്ടോ. അത് നമ്മുടെ കയ്യിൽ തരും, നമ്മുടെ ടീം ഇപ്പൊ തരും. അത് നമ്മുടെ ടീമിലുള്ള നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മൈൽസ്റ്റോൺ, നമ്മുടെ ക്രൂവിനെ കൊണ്ട് അത് അവരാരാണ് എന്ന് പറയണം. ഡംഷേഴ്സ് ഒക്കെ കളിക്കാറില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ 4 ആൾക്കാരുടെ പേര് അത്രേ ഉള്ളൂ. 4 ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ പേരാണ്. എടുത്തോ, 4 ആൾക്കാരുടെ പേരാണ്. അപ്പൊ നമ്മുടെ ക്രൂവിനെ കൊണ്ട് തന്നെ ഇതില് 4 പേരുടെ ഡയലോഗ് പറയാം. വേണ്ട, ആക്ഷൻ ഉള്ളി ആക്ഷൻ. ഞാൻ പറഞ്ഞ അവർ അഭിനയിച്ച സിനിമയിലും അങ്ങനെ ഡയലോഗ്സ് ഒന്നും ഇല്ല. ഇല്ല. റെഡി ആണല്ലോ? അപ്പൊ ഇത് സംസാരിക്കരുത്, ആക്ഷനിൽ വേണം നമ്മുടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. റെഡി? ഈശ്വര, ഡിഫിക്കൽട്ട് ആണോ? ഇത് എങ്ങനെ ഞാൻ കാണിക്കും? ഈശ്വര, നമ്മുടെ ആൾക്കാരെല്ലാരും അലേർട്ടായിട്ടിരുന്നോണോ? ഇവിടെ അഭിനയം തുടങ്ങുകയാണ്. റെഡി? ആണോ? ശരി. മീശയുണ്ട്, മീശക്കാരൻ ആണാണെന്നോ? നല്ല ആളുടെ അടുത്താണ് കളിക്കുന്നത്. ഇത് കാണിച്ചാ പറയണ പെണ്ണുങ്ങളല്ല, ആളുകളാണ്. ശരി, പഴയ ആളാണ്. മീഡിയം. സംസാരിക്കരുത്. എനിക്ക് വീലാൻ കുഴപ്പമില്ല. ഇവിടെ എനിക്ക് കൂടെ നല്ല സ്ട്രോങ് ആൾക്കാരുണ്ട്, ബാക്ക് ബോൺ. പറയരുത്, സംസാരിക്കരുത്. ലിപ്പ് ഊമയാണ്, സംസാരിക്കില്ല. അതാരാ സംസാരിക്കാത്ത? ഊമയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആണോ? ആണല്ലേ? പ്രണവ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഭയങ്കര സംഭവം. അല്ല, അതെന്തായാലും കുറച്ച് വീഡിയോയില് കുറച്ച് എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ടാണ് പ്രണവ് മിണ്ടാണ്ടിരുന്നത്. അടുത്തത് കൂടെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുൽ റെഡി ആവണ്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ കാണിക്കും? ഇതെങ്ങനെ ഞാൻ കാണിക്കും? ഇതെങ്ങനെ ഞാൻ കാണിക്കും? ഇത് മാറ്റിട്ട് വേറെ എടുക്കട്ടെ. ഇത് ഒരിക്കലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതൊക്കെ അതാണ് അറിയില്ല. ഇതിന്റെ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഔട്ടായി. അപ്പൊ ഒരെണ്ണം കൂടി എടുത്തിട്ട് ഭക്ഷണം വന്നാ മതി. ഈ ഷൈനികത്തിനെ ഞാൻ എങ്ങനെ കാണിക്കുക? പേരും പറഞ്ഞു. അല്ല, ഇതിനെ എങ്ങനെ കാണിക്കുക? സത്യമായിട്ട് ചോദിക്കുന്നത് എങ്ങനെ കാണിക്കുക? കുമ്പളങ്ങി നൈറ്റ്സിൽ എങ്ങനെ കാണിക്കുന്നേ? അതല്ലേ ഇപ്പത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പേര് മാറ്റി മാറ്റി പറയിപ്പിച്ചാലും മതിയായിരുന്നു. അങ്ങനെ സാരില്ല, പോട്ടെ. എനിക്കറിയില്ല. ഞാൻ അപ്പോൾ ഭക്ഷണം ഒരെണ്ണം കട്ട്, ഓർഡർ ചെയ്ത ഭക്ഷണം ഒരെണ്ണം കട്ട്, അങ്ങനെ പറഞ്ഞൂടാ. അടുത്തത് ഇതിനൊക്കെ എങ്ങനെ കാണിക്കട്ടെ? ഈ ചോദ്യം എഴുതിയ ആളുടെ ഇതാരാണ് ഇതെടുത്ത്? ആരായിരിക്കും ഈ ചോദ്യം? മമ്മൂക്കനെയോ ലാലേട്ടനെയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ എളുപ്പമാണ്. എന്താണ് കാണിക്കാൻ? ഞാൻ എങ്ങനെ കാണിക്കും? എന്തായിരിക്കും ഈശോ? എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആരാ അത്? പുതിയ ആളാണോ, പഴയ ആളാണോ, ഇപ്പത്തെ ആളാണോ? ഓക്കെ, പറഞ്ഞോ. കണ്ടോ, നമ്മുടെ ക്രൂ ഭയങ്കര ബ്രില്യന്റ് ആണ്. നിങ്ങൾ നിങ്ങൾ ഇത് എടുക്കുമ്പോ തന്നെ നമ്മുടെ സെൻസ് ചെയ്യും. സിമ്പിൾ ആയിരുന്നു. ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഞാൻ അത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അന്തരത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇത് പറയട്ടെ. 4-മത്തെയാ. നോക്കിയില്ലേ? നോക്കി. ആണോ? ഇപ്പത്തെ ആണ്. പ്രണവോ? പ്രണവന്ന് ശാന്തി ഇങ്ങനെ ശാന്തമായിട്ട് ഇപ്പൊ അല്ല. ഇപ്പത്തെ ഇതിലാരാ? ആണല്ലേ? എന്ന് വെച്ചാ അല്ലെന്ന്. അയ്യോ, അതല്ല. അല്ല, അതാ ശാന്തിയായിട്ട്. പിന്നെ എന്താ ഇരിക്കുന്നത് ഇങ്ങനെ എപ്പോഴും? അല്ല. അതില് ധ്യാൻ കാണിച്ചത്. ധ്യാൻ പേര്. ഓക്കേ,
ഓക്കെ ഓക്കെ. മറ്റേത് കുട്ടേട്ടൻ കുട്ടേട്ടന്റെ ഒരു ഫോട്ടോ തരിക ലാലു. ആ ഓക്കെ ഓക്കെ.